ഇന്ത്യയുമായി സമാധാന ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അറിയിച്ചതിന് പിന്നാലെ ഇപ്പോൾ പാക് വിദേശകാര്യ മന്ത്രിയും സമാനമായ മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് തന്നെയാണ് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറയുന്നത്. ഇനിയും ഇന്ത്യയോട് കൊമ്പ് കോർത്ത അതിന് നിന്നാൽ അടപടലം പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന ഭയം ഉള്ളിൽ ഉള്ളതുകൊണ്ടാകാം ഇപ്പോൾ സമാധാന ചർച്ചയ്ക്ക് മുതിരുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ചതിൽ നിന്നും ഒരു തുള്ളി വെള്ളത്തിനായി പോലും ഇന്ത്യയോട് കേണപേക്ഷിക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യമൊക്കെ വെള്ളമില്ലെങ്കിലും ഭക്ഷണമില്ല എങ്കിലും തങ്ങളുടെ രാജ്യത്തെ ഭീകരന്മാരെ ഇല്ലായ്മ ചെയ്തവരെ ഇല്ലാതാക്കണമെന്ന മനോഭാവമായിരുന്നു ഇവർക്ക്. എന്നാൽ ഇപ്പോൾ എല്ലാ അഹങ്കാരത്തിന്റെയും പത്തിതാണ് ഇന്ത്യയുടെ കാല് പിടിക്കേണ്ട ഗതികേട് തന്നെയാണ്. മാത്രമല്ല, ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ മാത്രമേ പാകിസ്ഥാന് കുടിവെള്ളം പോലും കിട്ടൂ എന്നത് പോലും പാക് പലപ്പോഴും മറന്നുപോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ ഇനിയും ആവശ്യമാണ്. ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ മെയ് 18 വരെ നീട്ടിയെങ്കിൽ പോലും ആത്യന്തികമായി തന്നെ രാഷ്ട്രീയ സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇന്ത്യയുമായി സമഗ്രമായ സംഭാഷണത്തിന് തയ്യാറാണ് എന്നാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സന്ദേശം നൽകിയത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള അടുത്ത ചർച്ച മെയ് 18 നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള ഏത് ചർച്ചയും തീവ്രവാദവും പാക് അധീന കാശ്മീരും സംബന്ധിച്ച വിഷയത്തിൽ മാത്രമായിരിക്കുമെന്ന് ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയ സമയത്താണ് ധാറിന്റെ പ്രസ്താവന. ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ മെയ് 18 വരെ നീട്ടിയെങ്കിലും ആത്യന്തികമായി തന്നെ രാഷ്ട്രീയ സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം ഇഷ്ഖാഖ് ദർ പറഞ്ഞിരുന്നു. ഇന്ത്യയുമായി സമഗ്രമായ സംഭാഷണത്തിന് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സന്ദേശം നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള അടുത്ത ചർച്ച മെയ് 18 സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സാധ്യതയെക്കുറിച്ചും അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാന്റെ വെള്ളം തടയാൻ ശ്രമിച്ചാൽ അതൊരു യുദ്ധ പ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ദാർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഇന്ത്യയുമായി ചർച്ചകൾ വാഗ്ദാനം ചെയ്യുകയും സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള സംഭാഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയും രംഗത്ത് വരുന്നത്. ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി മെയ് 6-7 രാത്രിയിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതും. ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെയും POKയിലെയും തീവ്രവാദ ഒളിത്താവളങ്ങളിൽ ഇന്ത്യ കൃത്യമായി തന്നെ ആക്രമണം നടത്തി. ഇതിനുശേഷം മെയ് 8, 9, 10 തീയതികളിലായിട്ട് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യ ആകട്ടെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. അതിനുശേഷം സൈനിക നടപടി നിർത്താൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നതോടെ തന്നെ ഇന്ത്യയും അതിന് സമ്മതിച്ചു. അതേസമയം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ സംഘർഷത്തിനിടയിൽ നയതന്ത്ര നിലപാട് മയപ്പെടുത്തുന്നതിന്റെ സൂചനയായാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ചർച്ചകൾക്കുള്ള നിർദ്ദേശം കണക്കാക്കപ്പെടുന്നതും. എന്നിരുന്നാലും ഇന്ത്യയുടെ നിലപാട് ഇപ്പോഴും കർക്കശമായി തന്നെ തുടരുന്നുണ്ട്. ഭീകരതയ്ക്കെതിരെ കൃത്യമായ നടപടി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമഗ്രമായ സംഭാഷണം ആരംഭിച്ചത് 2003 ജനറൽ പർവേസ് മുഷറഫ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. അതേപോലെ 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഈ പ്രക്രിയ പൂർണ്ണമായും പാളം തെറ്റുകയാണ് ചെയ്തത്. പിന്നീട് ഇതുവരെ ഔപചാരികമായി പുനരാരംഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.